സുനിത ദേവദാസിനെ ലൈംഗികമായി അപകീർത്തിപ്പെടുത്തുന്ന പ്രചരണവുമായി സോഷ്യൽ മീഡിയയിൽ പ്രചരണം. മാധ്യമപ്രവർത്തകയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ സുനിത ഇടതുപക്ഷ നിരയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്. സുനിത അമേരിക്കയിലുള്ള ഒരാളുമായി നടത്തിയ വീഡിയോ ചാറ്റിങ്ങിന്റെ ദൃശ്യങ്ങൾ എന്ന പേരിൽ ലൈംഗികമായി അപകീർത്തിപ്പെടുത്താൻ വ്യാജമായ ദൃശ്യങ്ങളും വീഡിയോയും ഇറക്കുകയായിരുന്നു. ക്രൂരമായ സൈബർ ആക്രമണം ഒരാളോടും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ വ്യാജമായ പ്രൊഫൈലിൽ നിന്നുമാണ് ആക്രമണം ഉണ്ടായത്. അമേരിക്കയിലുള്ള ഒരാളുമായി നടത്തിയ ചാറ്റ് ദൃശ്യങ്ങൾ എന്ന പേരിലാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ഒരു ഓൺലൈൻ മീഡിയയുടെ പേരും ലോഗോയും ഉപയോഗിച്ചായിരുന്നു സൈബർ ആക്രമണം നടത്തിയത്. എന്നാൽ അവർക്ക് ഈ വാർത്തയിലും മറ്റും ബന്ധമില്ലെന്നും അവരുടെ പേരും മറ്റും ദുരുപയോഗം ചെയ്തതായി ഒരറിയിപ്പും വന്നിട്ടുണ്ട്. തനിക്കെതിരായ സൈബർ ആക്രമണത്തിനെതിരെ അതിരൂക്ഷമായാണ് സുനിത ദേവദാസ് പ്രതികരിച്ചിരിക്കുന്നത്. വ്യാജമായ പ്രചരണത്തിന് മറുപടി നൽകാൻ സുനിത തിരഞ്ഞെടുത്തതാകട്ടെ ഫേസ്ബുക്ക് തന്നെയായിരുന്നു. ഫേസ്ബുക്കിലെ തന്റെ പേജിൽ അവർ സൈബർ ആക്രമണം നടത്തിയവർക്കെതിരെ കടുത്ത വാക്കുകൾ പ്രയോഗിച്ച് നടത്തിയ ആക്രമണം ഇപ്രകാരമായിരുന്നു. സുനിത ദേവദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്: സംഘികളെ, ഇപ്പോൾ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഫോട്ടോയ്ക്ക് എൻ്റെ ശരീരവുമായി ഒരു സാമ്യവുമില്ല. ഫോട്ടോഷോപ്പ് അത്ര ശരിയായില്ല. നിങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ശരീരം കുറച്ചുകൂടി നല്ലതാണ്. ഞാൻ ഹെൽത്ത് ക്ലബിലൊക്കെ പോകുന്ന സ്ത്രീയാണ്. എൻ്റെ മുലകൾ ഇങ്ങനെ തൂങ്ങിയിട്ടില്ല. സായിപ്പന്മാരെ എനിക്ക് താല്പര്യവുമില്ല. മലയാളികളെയാണ് ഇഷ്ടം. നിങ്ങളുടെ കഥ മൊത്തത്തിൽ പാളിപ്പോയല്ലോ. അത് പോസ്റ്റ് ചെയ്ത എല്ലാവരും റെഡി ആയിക്കോ പോലീസ് സ്റ്റേഷനിൽ കയറാൻ. നല്ല ഒരു തെളിവിനായി ഞാനും വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇത് തന്നതിന് നന്ദി. ഇത് മതി. ഇത് വെച്ച് കേസ് കൊടുക്കാം. ഇന്നലെ വരെ കിട്ടിയതൊന്നും അത്ര വലിയ കേസിനുള്ള വകുപ്പില്ലാത്തതുകൊണ്ട് പരാതിപ്പെടാതിരുന്നത്. ഇതിൽ വകുപ്പുണ്ട്. എൻ്റെ നഗ്ന ഫോട്ടോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി, തരാം. അല്ലാതെ ഉടഞ്ഞ ശരീരവും തൂങ്ങിയ മുലകളുമുള്ള ഓരോന്ന് എടുത്ത് ഞാനെന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കേണ്ട. അപ്പോൾ ശരി. ഇങ്ങനെ പോകുന്നു സുനിതയുടെ പ്രതികരണം. സുനിത ദേവദാസ് നടത്തിയ പ്രതികരണത്തിന്റെ ധാർമ്മികതയും സാൻമാർഗികതയും കൂടി ചർച്ചാ വിഷയം ആകുന്നുണ്ട്. എന്തായാലും സുനിത ദേവദാസ് സംഘപരിവാറുകാരുടെ ഇടയിൽ ഏറെ വിമർശനം ഏറ്റുവാങ്ങുന്ന ആളാണ്. എന്നാൽ ഇത്തരം നീചമായ ആക്രമണം ഏത് ഭാഗത്തു നിന്നും ഒരു സ്ത്രീക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായാലും അംഗീകരിക്കുവാൻ കഴിയില്ല. സുനിതയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോർമുഖം തുറന്ന മാധ്യമരംഗത്തെ ശത്രുക്കളും ഉണ്ട്. അവരുടെ അഭിമാനത്തെയും ജോലിയെയും കാനഡയിലെ ജീവിതത്തെ പോലും വേട്ടയാടുന്ന ആളുകൾ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ശക്തമായി ഉണ്ടാകും. പോലീസ് വളരെ ഗൗരവമായി സുനിതയ്ക്കെതിരെ ഉള്ള നീക്കത്തെ കാണുന്നു എന്നാണ് അറിയുന്നത്. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ പരിധി വിടുമ്പോൾ കുട്ടികൾക്കും ധാർമ്മിക മൂല്യം ഉള്ളവർക്ക് പോലും ഇപ്പോൾ ഫേസ്ബുക്കിൽ കയറാനാവാത്ത അവസ്ഥയാണ്. ഇതുമൂലം ആത്മഹത്യകൾ വരെ ദിനം പ്രതി പെരുകുന്നുണ്ട്. സൈബർ ആക്രമണത്തിന്റെ അതിഭീകരമായ വലിയ ഒരിടം തന്നെയാണ് ഫേസ്ബുക്കും വാട്സപ്പും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.